പ്രൊനൗണിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് അഡ്ജക്റ്റീവാണ്. അഡ്ജക്റ്റീവ്സ്. അഡ്ജക്റ്റീവ്സ് എന്താണ് അഡ്ജക്റ്റീവ് എന്ന വാക്കിനർത്ഥം? നാമത്തെ വിശേഷിപ്പിക്കുന്നതാണ്. നാമവിശേഷണം. നാമത്തെ വിശേഷിപ്പിക്കുകയാണ് അഡ്ജക്റ്റീവ്. എന്താണ് നാമത്തെ വിശേഷിപ്പിക്കുക? ഉദാഹരണമായിട്ട് നാമം, ഒരു നാമം കാക്ക നാമമാണ്. കാക്കയെ വിശേഷിപ്പിക്കുകയാണ് കറുത്ത കാക്ക, തത്ത പച്ച തത്ത. സോ ഇത്തരം കാര്യങ്ങൾ കറുത്ത എന്നും പച്ച എന്നും ഒരു എന്നൊക്കെ പറയുന്നു. ഒരു തത്ത. അപ്പം അതിന് തത്തയെ നമ്മൾ വിശേഷിപ്പിക്കുകയാണ്. വെളുത്ത പൂച്ച, നീലാകാശം, ആകാശത്തെ വിശേഷിപ്പിക്കുകയാണ്. അപ്പം വി ആർ മോഡിഫൈങ് or qualifying the noun is called adjective. Adjective is the word which is used to qualify or modify the noun. നൗണിനെ മനോഹരമാക്കാൻ അല്ലെങ്കിൽ അതിനെ ഒന്നും കൂടി വിശേഷിപ്പിച്ച് നമ്മുടെ മനസ്സിലേക്ക് നിലനിർത്താനാണ് നമ്മൾ adjective ഉപയോഗിക്കുന്നത്. Adjective is used, it is the word which is used to qualify or modify the noun. അതിനാണ് നമ്മൾ adjective എന്ന് പറയുന്നത്. നാമവിശേഷണമാണ് adjective. നാമത്തെ വിശേഷിപ്പിക്കുകയാണ്. സോ എക്സാമ്പിൾ, കാറ്റ് എന്നുള്ള നാമത്തെയാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ബ്ലാക്ക് കാറ്റ്, ബ്ലാക്ക് കാറ്റ്. കരിമ്പൂച്ച, പൂച്ചയെ വിശേഷിപ്പിക്കുകയാണ് കരിമ്പൂച്ച. യെസ്. ലീഫ്, ലീഫ് എന്നുള്ളതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഗ്രീൻ ലീഫാണ്. ഗ്രീൻ ലീഫ്. സ്കൈ ഇസ് എ നൗൺ. സ്കൈ, ബ്ലൂ സ്കൈ, ബ്ലൂ സ്കൈ നമ്മൾ വിശേഷിപ്പിക്കുകയാണ്. സോ അംബർല, അംബർല എന്നുള്ളത് നമ്മുടെ വരുന്നത് പിന്നെ എന്നുള്ള ഒരു ആ ശബ്ദത്തെ സൂചിപ്പിക്കുക. നമ്മൾ ഏൻ അംബർല, ഏൻ അംബർല, ഇറ്റ്സ് എ നൗൺ. ഒരു അംബർല, അംബർലയെ നമ്മൾ വിശേഷിപ്പിക്കുകയാണ് ഒരു കുട. അപ്പം ഏൻ എന്നും എ ബസ്, ബസ്, എ ബസ്. അപ്പോൾ നമ്മൾ എ എന്നുള്ളത് ഒരു എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ അതിനെ വിശേഷിപ്പിക്കുകയാണ്. അപ്പോൾ ബസ്സിനെ വിശേഷിപ്പിക്കാൻ, ബസ് എന്നുള്ള നാമത്തെ വിശേഷിപ്പിക്കാൻ ഒരു ചേർക്കുമ്പോൾ ഒരു എന്നുള്ളത് ഒരു വിശേഷണമാവുകയാണ്. അപ്പോൾ ഒരു എന്നുള്ളത് നാമത്തെ, മറ്റൊരു നാമത്തെ, ഒരു നാമത്തെ വിശേഷിപ്പിക്കാനുള്ളതാണ്. എ ബോയ്, എ ബോയ്. ആൻ അഡ്ജസ്റ്റ്മെൻറ്റ്, അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ളതിനെ നമ്മൾ ആ നാമത്തെ വിശേഷിപ്പിക്കാൻ. സോ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അഡ്ജക്റ്റീവിനാണ്. അഡ്ജക്റ്റീവ് മീൻസ് നാമവിശേഷണം എന്നാണ്. നാമവിശേഷണം തന്നെ ഒരുപാട് ഡിവിഷൻ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കാറ്റ്, ഗ്രീൻ ലീഫ് ആൻഡ് ആൻ അംബർല, ആൻ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഏനും അതുപോലെ ബ്ലൂവും എയും ദ എന്നൊക്കെ പറഞ്ഞതൊക്കെ തന്നെ എന്താണ്? അഡ്ജക്റ്റീവാണ്. അപ്പോൾ ഒരു പ്രത്യേക ഇതിനെ നമ്മൾ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളും വെച്ചുകൊണ്ട് നമ്മൾ നാമമാണ്, ഒരു നാമം ഇന്നതൊക്കെ ആവണം എന്നൊക്കെ നമ്മൾ സൂചിപ്പിക്കുകയാണ്. അപ്പം നാമത്തെ നമുക്ക് വിശേഷിപ്പിക്കുക, അല്ലെങ്കിൽ അതിനെ നമ്മൾ ക്വാളിഫൈ ചെയ്ത് നമ്പർ ഓഫ് ഒക്കെ വെച്ചിട്ടുകൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നാമവിശേഷണവും ഒരുപാട് ഡിവിഷൻ അർഹിക്കുന്നു, ഒരുപാട് അതിൻ്റെ ഒരു വിഭജനം അർഹിക്കുന്നു. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. നാമത്തെ വിശേഷിപ്പിക്കുന്ന വാക്കായതുകൊണ്ട് തന്നെ നാമവിശേഷണം എന്ന് പേര് വന്നിരിക്കുകയാണ്. മീൻസ് അഡ്ജക്റ്റീവ്, ADJECTIV, അഡ്ജക്റ്റീവ്. സോ ഈ അഡ്ജക്റ്റീവ് അതിൻ്റെ ഉപയോഗക്രമത്തിനനുസരിച്ച് നമ്മൾ പല രീതിയിലായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതായത് 5 തരം അഡ്ജക്റ്റീവ്സ് ആണ്. അഡ്ജക്റ്റീവ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 5. ഫസ്റ്റ് വൺ ഈസ് ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്. ആദ്യത്തത് ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് എന്നാണ്. ആദ്യത്തതിൻ്റെ പേര് ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് ആണ്. രണ്ടാമത്തത് അഡ്ജക്റ്റീവ്സ് ഓഫ് നമ്പേഴ്സ്, നമ്പേഴ്സ്. ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ്, ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് ആണ് മൂന്നാമത്തത്. ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ്. ആൻഡ് ഫോർത്ത് വൺ possessive adjectives, possessive adjectives. Okay, last one interrogative adjectives, interrogative adjectives.
So descriptive adjectives, adjectives of numbers, demonstrative adjective, possessive adjective, ഇത്തരം കാര്യങ്ങൾ നമ്മൾ, ആൻഡ് ഇൻറ്ററോഗേറ്റീവ് adjectives. So 5 തരം adjectives ആണുള്ളത്. First one descriptive adjective, second one adjectives of numbers, and third one demonstrative adjectives, and fourth one possessive adjectives, and fifth one interrogative adjectives. Adjectives can be divided into 5. So ഓരോന്നെടുത്ത് നമുക്ക് പരിശോധിക്കാം. എന്താണ് ഡെമോൺസ്ട്രേറ്റീവ് adjectives? Demonstrative adjective number, first one is that descriptive adjective. Descriptive adjective എന്താണ് ഡിസ്ക്രിപ്റ്റീവ് എന്ന വാക്കിനർത്ഥം? വിവരിക്കുന്ന. ഒരു നാമത്തിന് മുമ്പ് ഒരു അഡ്ജക്റ്റീവ് വെച്ചിട്ട് അത് നാമത്തെ വിവരിക്കുകയാണ്. എക്സാമ്പിൾ, ടയേർഡ് പേഴ്സൺ, ടയേർഡ് മാൻ. ഓക്കെ, ടയേർഡ് മാൻ. സോ ഇറ്റ് വിവരിക്കുകയാണ്, ഈ മാൻ വിവരിക്കുക, ടയേർഡ് മാൻ. വീക്ക് ലയൺ. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ, ഇതാണ് ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്. അത് ഈ അഡ്ജക്റ്റീവ് എന്ത് ചെയ്യാണ്? നൗണിനെ യഥാർത്ഥത്തിൽ വിവരിക്കുകയാണ്. ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്. സെക്കൻഡ് വൺ, adjectives of numbers. Second one, adjectives of numbers. Adjective of numbers means it shows or it gives answer for the question how much, how many. എത്ര എന്നുള്ളത് നമ്മൾ how much എന്നും how many എന്നും ചോദിക്കാറുണ്ട്. എന്താണ് വ്യത്യാസം? എണ്ണമായി പറയുന്ന കാര്യങ്ങൾ, എണ്ണമായി കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ഹൗ മെനി എന്നും, അളവായും തൂക്കമായും പറയുന്ന കാര്യങ്ങൾ ഹൗ മച്ച് എന്നും പറയാറുണ്ട്. ഹൗ മച്ച് വാട്ടർ ഈസ് ഇൻ ദ ടാങ്ക്, ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദർ ഇൻ ദ ക്ലാസ്. അപ്പോൾ നമ്മൾ ഇത്തരം അഡ്ജക്റ്റീവ്സ് നമ്മൾ നമ്പേഴ്സായി കിട്ടുന്നത് എന്ന് പറയുന്നത് 20 സ്റ്റുഡൻസ്. എക്സാമ്പിൾ, 20 സ്റ്റുഡൻസ്. ഓക്കെ, ഈ സ്റ്റുഡൻസിനെ വിശേഷിപ്പിക്കുകയാണ്. 20 സ്റ്റുഡൻസ്. മോർ വാട്ടർ, ദ പ്ലാന്റ്സ് നീഡ് മോർ വാട്ടർ. More water. How much water is needed? More water. How many students are there in the class? 20 students are in the class. So ഇത്തരം കാര്യങ്ങൾ നമ്മൾ adjective of numbers എന്ന രീതിയിലാണ്. Adjectives of numbers. Second one, adjectives of numbers. ഇനി third one, മൂന്നാമത്തത് demonstrative adjectives ആണ്. Demonstrative adjectives. Demonstrative adjective എന്ന് പറഞ്ഞാൽ it points out pronouns and nouns always coming before it, and we are referring to it. How to refer this type of example? He used to buy this kind of shirts. This kind of എന്നുള്ളത് നമ്മുടെ ഒരു ഡെമോൺസ്ട്രേറ്റ് ചെയ്യാണ് adjective ആണ്. This kind of shirts. He used to buy this kind of shirt, or he liked those woods. അപ്പം those എന്നുള്ളത് നമ്മളവിടെ he likes those woods. അത്തരം ഒരു മരത്തെ woods അയാൾ ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ those woods. He liked those kind of woods. ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറയാൻ നമ്മൾ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ്
or using before or referring a particular noun, most probably demonstrative adjectives are used before this type of noun, kind of shirts, and he used to buy this kind of shirt, and he liked those woods. So അത്തരം നമ്മൾ ഉപയോഗിക്കുകയാണ്. അപ്പം ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനാണ്, നമ്മളതിന് ഒരു പ്രഖ്യാപിക്കുക, അതിനെ വിവരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് പൊസസീവ് അഡ്ജക്റ്റീവ്സ് ആണ്. പൊസസീവ് അഡ്ജക്റ്റീവ്സ്. പൊസസീവ് അഡ്ജക്റ്റീവ്സ്. സി ദാറ്റ് പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അവരുടെ കാര്യങ്ങൾ തന്നെ, കരീം സോൾട്ട് ഹിസ് ഡോഗ് ഓർ ഹിസ് കൗ. ഹിസ് എന്നുള്ളത് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് കൗവിനെ വിശേഷം, ഹിസ് കൗ അല്ലേ. ഷീ ടുക്ക് ഹെർ ബാഗ്. ഷീ ടുക്ക് ഹെർ ബാഗ്. ടുക്ക് ഹെർ ബാഗ് ഒരു പൊസഷനാണ് കാണിക്കുന്നത്. ഇത് പൊസഷൻ ആണ്. ആൻഡ് ദേ സോൾട്ട് ഓർ ദേ സെൽ their property. ഇത്തരം കാര്യങ്ങൾ പറയാം. ഹെയർ ദെയർ എന്നപ്പോൾ നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് ദെയർ, ഹെയർ എന്ന് ഹിസ് എന്നുള്ളത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ നൗണിൻ്റെ തൊട്ടുമുമ്പ് അല്ലെങ്കിൽ പ്രൊനൗണിൻ്റെ തൊട്ട് മുമ്പ് ഉപയോഗിച്ചിട്ട് അതിനെ ഒന്ന് വിശേഷിപ്പിക്കുന്നതാണ് നമ്മൾ പറയുന്നത്. ഹിസ് കൗ, കരീം സോൾഡ് ഹിസ് കൗ ആൻഡ് ഷി ടുക്ക് ഹെർ ബാഗ് ആൻഡ് ദേ സെൽ ദെയർ പ്രോപ്പർട്ടി. ഇത്തരം കാര്യങ്ങൾ ദെയർ, ഹിസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു അതിന് വിശേഷണം കൊടുക്കണം. സോ ഇറ്റ്സ് കോൾഡ് പൊസസീവ് അഡ്ജക്റ്റീവ്. ഒരു പൊസഷനാണ് അത് കാണിക്കുന്നത്. അടുത്തതായിട്ട് ഇൻറ്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്സ്. ഇൻറ്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്സ്. ഇൻറ്ററോഗേറ്റീവ് എന്ന വാക്കിന് നേരത്തെ പറഞ്ഞ മാതിരി ചോദ്യം എന്നുള്ളതാണ് പറയുന്നത്. വി ആർ ആസ്കിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഓൾവേസ് ഗെറ്റിംഗ് സം ആൻസേഴ്സ് ഫ്രം ദ, and to see that and it can be followed by the noun. How many movies you had seen or you had watched? What movie are you watching? 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 What this type of things. So what എന്നുള്ളത് നമ്മൾ മൂവി എന്നുള്ളതിനെ നമ്മൾ വാട്ട് എന്ത് സിനിമയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ സിനിമയെ നമ്മൾ വിശേഷിപ്പിക്കുകയാണ്, എന്ത് സിനിമയാണ് നിങ്ങൾ കാണുന്നത്. ആൻഡ് വിച്ച് പ്ലാൻസ് ഷുഡ് ബി പ്ലേസ്ഡ് ഓവർ. പ്ലാൻസ് ഷുഡ് ബി or which plant should be placed over. Placed over here, over here. What programs will be there. ഓക്കെ, ഇതപ്പോൾ നമ്മൾ പ്രോഗ്രാംസിനെയും പ്ലാൻസിനെയും മൂവിയെയും ഒക്കെ തന്നെ വിശേഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്ററോഗേറ്റീവ് കൊണ്ട്, ചോദ്യം കൊണ്ട്, എന്ത് തരം, ഏത് ഹൂസ് ഡോഗ് ഈസ്, ദാറ്റ് ടൈപ്പ് ഓഫ് തിങ്സ് ക്യാൻ ബി യൂസ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ഇൻറ്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്. ദ ലാസ്റ്റ് വൺ ഈസ് ഇൻറ്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്സ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞത് മാതിരി തന്നെ അഡ്ജക്റ്റീവ് എന്നുള്ള വാക്കിനർത്ഥം നാമവിശേഷണമാണ്, നാമത്തെ നന്നായിട്ട് വിശേഷിപ്പിക്കുകയാണ്. ഇത്ര പൂക്കൾ അല്ലെങ്കിൽ മനോഹരമായ പൂക്കൾ, അത് നമ്മൾ ക്വാളിറ്റേറ്റീവാണ്, അതിൻ്റെ ക്വാളിറ്റിയാണ് കാണിക്കുന്നത്. 3 പൂക്കൾ അതിൻ്റെ ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ അതിനെ ഓരോന്നിനെയും വിശേഷിപ്പിക്കുന്നതാണ് പടം. അപ്പോൾ ദീസ് നൗണിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നതായതുകൊണ്ട് തന്നെ ഈ അഡ്ജക്റ്റീവിന് 4-5 തരം ഒരു ഡിവിഷൻ കൊടുത്തിരിക്കുകയാണ്. അത് ആദ്യത്തത് ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അഡ്ജക്റ്റീവ്സ്, ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് ആൻഡ് നമ്പറിലായി നമ്മൾ ഉപയോഗിക്കുന്നു. പൊസസീവ് അഡ്ജക്റ്റീവ്സ് ആണ്. ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ അവസാനമായിട്ട് നമ്മൾ ഇൻറ്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്, ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ അതിനെ അഡ്ജക്റ്റീവിനെ വീണ്ടും തരംതിരിച്ചിട്ട് ഒരു കാര്യത്തിന് വേണ്ടി അതിൻ്റെ പ്രകടനത്തിനനുസരിച്ചും അതിൻ്റെ ഓരോ ഉപയോഗത്തിനനുസരിച്ച് നമ്മൾ അതിനെങ്ങനെ തരംതിരിക്കുകയാണ് ചെയ്യുന്നത്.